ഹലോ, വീട്ടിലുള്ള കുറഞ്ഞ ചേരുവകൾ കൊണ്ട് തന്നെ നമ്മുടെ മുഖം നല്ല നിറവും തിളക്കവും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് ഫുൾ വീഡിയോ കാണാം. വെറും അടുക്കളയിൽ കുറഞ്ഞ ചേരുവകൾ ഉപയോഗിച്ച് എത്ര കറുത്തിരുണ്ട മുഖവും നമുക്ക് നല്ല നിറവും തിളക്കവും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളത് നമുക്ക് ഫുൾ വീഡിയോ കാണാം. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് അരിപ്പൊടിയാണ്. അരിപ്പൊടി എന്ന് പറഞ്ഞാൽ നമ്മൾ പുട്ടിൻ്റെ ആ ഒരു തരിതരിപ്പുള്ള പൊടി എടുക്കരുത്, നല്ല ഫൈനായിട്ടുള്ള അരിപ്പൊടി എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം തൈര് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ല കട്ട തൈര് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു ചെറിയ ഉരുളക്കിഴങ്ങ് ഇതേപോലെ തൊലി കളഞ്ഞ് കഴുകിയെടുക്കുക. അതിനുശേഷം അത് ഇതുപോലെ ഒന്ന് ചെരുകിയെടുക്കുക. ഇങ്ങനെ ചെരുകിയെടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇതുപോലെ ചെരുകിയെടുത്താലാണ് ഇതിൻ്റെ നീര് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഇനി ഇതുപോലെ ചെരുകുന്ന സാധനം നിങ്ങളുടെ അടുത്ത് ഇല്ലയെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, മിക്സിയുടെ ജാറിൽ നിന്ന് ചെറിയ കഷ്ണമായിട്ട് അരിഞ്ഞിടുക. ഒട്ടും തന്നെ വെള്ളം ഇല്ലാണ്ട് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വെറും പൊട്ടാറ്റോൻ്റെ ജ്യൂസ് മാത്രമേ എടുക്കാൻ പറ്റൂ, അതിൻ്റെ കൂടെ വെള്ളം ആഡ് ചെയ്യരുത്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് കിട്ടില്ല. ഒട്ടും തന്നെ വെള്ളമില്ലാണ്ട് മിക്സിയുടെ ജാറിൽ അടിച്ചെടുത്തതിന് ശേഷം നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക. പക്ഷേ ഇതുപോലെ എടുക്കുമ്പോൾ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് നീര് കിട്ടും. അപ്പോൾ ഇനി ഈ നമ്മൾ ചെരുകിയെടുത്ത ഇത് ജസ്റ്റ് കൈകൊണ്ട് പ്രസ് ചെയ്യുമ്പോൾ കണ്ടോ അത്രയും നീര് കിട്ടുന്നത്. ഒരു 1.5 ടേബിൾ സ്പൂണോളം പൊട്ടാറ്റോ ജ്യൂസ് നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അതും കൂടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇങ്ങനെ മിക്സ് ചെയ്യുന്ന സമയത്ത് ഇത് ഭയങ്കര കട്ടി കൂടുതലായിട്ട് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ കുറച്ചും കൂടി പൊട്ടാറ്റോ ജ്യൂസ് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ കുറച്ചും കൂടിയും തൈര് തന്നെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ആ ഒരു ഫേസ് പാക്കിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റാക്കി എടുക്കുക. അധികം ടൈറ്റും ആയി പോകാൻ പാടില്ല, എന്നാൽ ഭയങ്കര ലൂസിലും ആയി പോകാൻ പാടില്ല. നമ്മൾ ഫേസിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അതവിടെ സ്റ്റിക്കായിട്ട് നിൽക്കണം. ഈ ഒരു കൺസിസ്റ്റൻസി മതി. അതിനുശേഷം മുഖം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മുഖത്തും കഴുത്തിലും കാലിലും കൈകളിലും എല്ലാം നിങ്ങൾക്കിത് ഉപയോഗിക്കാം. പിന്നെ ഇത് അതായത് മാസത്തിലെ 2 പ്രാവശ്യം നിങ്ങൾ ഈ ഒരു ഫേസ് പാക്ക് ട്രൈ ചെയ്താൽ നിങ്ങളുടെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും എല്ലാം കുറയാനും അതുപോലെ തന്നെ മുഖം കുറച്ച് സോഫ്റ്റ് ആവാനും സഹായിക്കും. അരിപ്പൊടി ആയതുകൊണ്ട് തന്നെ ഇത് ഡെയിലി ഒന്നും ചെയ്യാൻ പാടില്ല. കാരണം ഇത് അരിപ്പൊടി നമ്മുടെ സ്കിന്നിന് എന്താ പറയുക സ്ക്രബ് ചെയ്യുന്ന രീതിക്കുള്ളൊരു എഫക്റ്റ് കൊണ്ടുവരും. അത് ദിവസം സ്ക്രബ് ചെയ്യുന്നത് നല്ലതല്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഒരു 25 മിനിറ്റ് ഫേസിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കഴുകിക്കളയാം. നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ഫേസ് പാക്കാണ്. നിങ്ങൾക്കിത് 2 ആഴ്ചയിൽ ഒരു ദിവസം ചെയ്താൽ മതി. അങ്ങനെ മാസത്തിൽ 2 പ്രാവശ്യം ചെയ്യുകയാണെങ്കിൽ നല്ലൊരു റിസൾട്ടാണ്. അതായത് നിങ്ങൾ ഡെയിലി ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഫേസ് പാക്കിൻ്റെ കൂട്ടത്തിൽ ഒരു ദിവസം ഇതും കൂടി ചെയ്യുകയാണെങ്കിൽ കിട്ടില്ല റിസൾട്ട് കിട്ടും. നിങ്ങൾക്ക് ക്രീം വാങ്ങി തേക്കേണ്ടതോ ബ്യൂട്ടി പാർലറിൽ പോയി ടൈം വേസ്റ്റ് ചെയ്യേണ്ടതോ ഒന്നും ആവശ്യമില്ല. നിങ്ങളുടെ മുഖം വീട്ടിൽ തന്നെ നാച്ചുറലായിട്ട് തിളങ്ങാൻ സഹായിക്കും. നിങ്ങൾക്ക് നല്ല എഫക്റ്റീവായിട്ടുള്ള ഒരു ഫേസ് പാക്ക് തിരഞ്ഞെടുക്കുക. അതിൻ്റെ കൂട്ടത്തിൽ ആഴ്ചയിൽ 1 പ്രാവശ്യം ഈ ഒരു സ്ക്രബ് ചെയ്യാന്നാണെങ്കിൽ കിഡിലെ റിസൾട്ട് കിട്ടുന്ന ഒരു ഫേസ് പാക്കാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ വേണ്ടി മറക്കരുത്. ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടിയും ക്ലിക്ക് ചെയ്യാനാണെങ്കിൽ ഞാൻ ഫ്യൂച്ചറിലിടുന്ന വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷൻ ലഭിക്കും കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.